സുപ്രധാനമായ ഒരു വാർത്ത വരുന്നുണ്ട്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഉമേഷ് ചേരുന്നു. ഉമേഷ്, വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. നിനോ മാത്യുവിന് നേരത്തെ വിചാരണ കോടതി വധശിക്ഷയാണ് വിധിച്ചിരുന്നത്. അതിപ്പോൾ ജീവപര്യന്തമാക്കി മാറ്റിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഷമി, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു, ഇരട്ട കൊലപാതകങ്ങളായിരുന്നു ആറ്റിങ്ങലിലുണ്ടായത്. അത് 2014 ഇരട്ട കൊലപാതകം നടന്നത്. ടെക്നോ പാർക്കിലെ ജീവനക്കാരായ അനുശാന്തി, ഇവരുടെ സുഹൃത്ത് നിനോ മാത്യു, ഈ രണ്ടുപേരും ചേർന്നാണ് ഈ ഇരട്ട കൊലപാതകങ്ങൾ നിർവഹിച്ചത്. നിനോ മാത്യു ആണ് കൊലപാതകം നിർവഹിച്ചത്. അനുശാന്തി അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2016 ഈ നിനോ മാത്യുവിനെതിരെ വധശിക്ഷയും ഒപ്പം കൂട്ടുപ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും അന്ന് വിധിച്ചു. ഈ അനുശാന്തിയുടെ മകളെയും അനുശാന്തിയുടെ ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയ കേസായിരുന്നു. ഒപ്പം അനുശാന്തിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരെ കൊലപ്പെടുത്തുകയും ഒരാളെ വധശ്രമവും, അങ്ങനെ ഉള്ള കേസായിരുന്നു അത്. പിന്നീട് വിചാരണയടക്കം പൂർത്തിയാക്കിയാണ് അന്ന് ഈ പ്രധാന പ്രതിക്ക് നിനോ മാത്യുവിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷയും ഒപ്പം അനുശാന്തിക്ക് ജീവപര്യന്തം തടവും അന്ന് വിധിച്ചത്. ഇതിനെതിരെ അപ്പീൽ സമർപ്പിച്ചു. വധശിക്ഷ, അതിന്മേൽ ഒരു വാദം ഹൈക്കോടതിയിൽ നടന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചിട്ടുണ്ട്. നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജീവപര്യന്തമാക്കി ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. പക്ഷേ പകരം പരോളില്ലാതെ 25 വർഷം തുടർച്ചയായ തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേസമയം കൂട്ടുപ്രതിയായ അനുശാന്തിയുടെ അപ്പീൽ കോടതി തള്ളുകയാണുണ്ടായത്. അനുശാന്തിക്ക് വിധിച്ച ഇരട്ട ജീവപര്യന്തം അത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും നിനോ മാത്യുവിന് ജീവപര്യന്തം ആക്കി കുറയ്ക്കുകയും ചെയ്തു. ആ തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. 2014 നാടിനെ നടുക്കിയ ഈ കൂട്ടക്കൊലപാതകം അരങ്ങേറിയത്. ഇരുവരും പ്രണയിച്ചിരുന്നവരാണ്. ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മകളും ഭർത്താവും ഒക്കെ തടസ്സമാകും എന്ന് കണ്ട് ഇവരെ വധിക്കണം എന്ന ഉദ്ദേശത്തോടെ അവരെ വധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അനുശാന്തിയുടെ മകൾ, 3.5 വയസ്സുള്ള മകളെ ഈ നിനോ മാത്യു കൊലപ്പെടുത്തുന്നത്. ഒപ്പം ആ വീട്ടിലുണ്ടായിരുന്ന, അതായത് ഈ ഭർത്താവ് ഇല്ലാത്ത സമയത്തായിരുന്നു, അനുശാന്തിയുടെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഈ അനുശാന്തിയുടെ വീട്ടിൽ ചെല്ലുകയും അനുശാന്തിയുടെ 3.5 വയസ്സുള്ള മകളെയും അനുശാന്തിയുടെ ഭർത്തൃമാതാവ് ഓമന, ഈ രണ്ടുപേരെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഇതിന് അരമണിക്കൂർ കഴിഞ്ഞ് ഈ ഭർത്താവ് ലിജീഷ് അവിടേക്ക് വന്നു. ലിജീഷിൻ്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയെങ്കിലും ലിജീഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. 3 പേരെയാണ് യഥാർത്ഥത്തിൽ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ലിജീഷ് അന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന്മേലാണ് വളരെ വിശദമായ വാദപ്രതിവാദങ്ങളും വിചാരണയും ഒക്കെ പൂർത്തിയാക്കി 2016 ഇവർക്ക് ഉള്ള ശിക്ഷ കോടതി വിധിച്ചത്. അന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിനോ മാത്യുവിന് വധശിക്ഷയാണ് വിധിച്ചത്. അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും അന്ന് വിധിച്ചു. ഇതിന്മേലാണ് ഇപ്പോൾ അപ്പീലിന്മേൽ വാദം കേൾക്കുകയും ഈ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ഒപ്പം അനുശാന്തിയുടെ അപ്പീൽ തള്ളി ഇരട്ട ജീവപര്യന്തം ശരിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഷമ്മി. ഉമേഷ്, കോടതി എന്ത് കാരണങ്ങളാലാണ് ഇയാളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചത്? ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. കോടതി ഇപ്പോൾ വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇയാൾക്ക് പ്രായമായ മാതാവുണ്ട്. അത്തരത്തിൽ പതിവായി പറയുന്ന പല കാരണങ്ങളും ഒക്കെ തന്നെയാണ് ഈ നിനോ മാത്യു കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ വാദങ്ങൾ അംഗീകരിച്ചാണോ അതോ മറ്റേതെങ്കിലും ആസ്പെക്റ്റിലാണോ ഇത്തരത്തിൽ വധശിക്ഷ ജീവപര്യന്തമാക്കിയത് എന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഏതായാലും നിലവിൽ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരോളില്ലാതെ തുടർച്ചയായി അനുശാന്തിയുടെ ആവശ്യം ഹർജി കോടതി തള്ളിയിരിക്കുകയാണല്ലോ. ഇരട്ട ജീവപര്യന്തം ആണ് അവർക്ക് ശിക്ഷ വിധിച്ചത്. അതിൽ ഇളവ് നൽകണമെന്ന ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണല്ലോ. അതെ ഷമ്മി, അനുശാന്തിയുടെ ആവശ്യം കോടതി തള്ളിയിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. കാരണം ഈ കേസിൽ അന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ച സമയത്ത് കോടതി നടത്തിയ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് കാമുകനൊപ്പം ജീവിക്കാൻ 4 വയസ്സുകാരിയായ സ്വന്തം മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ
ആസൂത്രണത്തിലും ഗൂഢാലോചനയും പങ്കാളിയായി മാതൃത്വത്തിന് തന്നെ അപമാനമാണ് അനുശാന്തി എന്ന് അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. ഒപ്പം തന്നെ അന്ന് വധശിക്ഷ വിധിക്കപ്പെട്ട നിനോ മാത്യുവിനെ കുറിച്ചും കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത് കാമദാഹം തീർക്കുന്നതിന് കുരുന്നുകുട്ടിയായ സ്വാസ്തികയെ ആ കുട്ടിയേക്കാൾ ഉയരമുള്ള ദണ്ട് കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കോടതി അന്നത്തെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ ക്രൂരകൃത്യം നിർവഹിച്ച 2 പേരാണ് ഇവർ എന്ന് നിസ്സംശയം അന്ന് കോടതി പ്രഖ്യാപിക്കുകയും അതേ തുടർന്നാണ് ഈ നിനോ മാത്യുവിന് വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ചത്. ഒരുപക്ഷെ ഏത് സാഹചര്യത്തിലാണ് വധശിക്ഷ ഇപ്പോൾ ജീവപര്യന്തമാക്കി മാറ്റിയത് എന്നുള്ളത് വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവും. പക്ഷേ അനുശാന്തിയുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. അനുശാന്തി അത്രയും ക്രൂരകൃത്യം നിർവഹിച്ചയാളാണ്, മാതൃത്വത്തിന് തന്നെ അപമാനമാണ് എന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ഉമേഷ് നൽകിയത്. 1-ാം പ്രതി നിനോ മാത്യുവിൻ്റെ വധശിക്ഷ ജീവപര്യന്തമായി ഹൈക്കോടതി ഇളവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഉമേഷ് റിപ്പോർട്ട് ചെയ്തത്.